അഴിമതിയും കള്ളപ്പണവും കണ്ടുപിടിക്കാൻ ചുമതലപ്പെടുത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിലാണ്. എതിരാളികളെ ഇല്ലാതാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയായി ED മാറിയതിനു ശേഷം അഴിമതി നടത്തുന്നവരെ കണ്ടെത്തുന്നത് മതിയാക്കി അഴിമതി നടത്താൻ തുടങ്ങിയിരിക്കുകയാണ് അവർ. കുറച്ചു ദിവസങ്ങളിലായി അത് കേരളത്തിൽ തന്നെ നമ്മളത് കണ്ടതാണ്. ED ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കുകയാണിപ്പോൾ. ഇപ്പോഴിതാ വീണ്ടും വൻ തുക കൈക്കൂലി വാങ്ങിയ ഒഡീഷയിലെ ഭുവനേശ്വർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അറസ്റ്റിലായിരിക്കുകയാണ്. EDയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥൻ ചിന്തൻ രഘുവംശിയെ CBI ആണ് അറസ്റ്റ് ചെയ്തത്. കന്നി മേഖലയിൽ എല്ലാമുള്ള വൻകിട സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്താനും നടപടിയെടുക്കാനും വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചതാണ് ഈ ഉദ്യോഗസ്ഥനെ. 2013 ബാച്ച് ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറാണ് ഇയാൾ. പ്രാദേശിക കനി വ്യവസായിയിൽ നിന്ന് 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാളെ CBI പൊക്കിയത്. 50 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെട്ട ഇയാൾ 20 ലക്ഷം രൂപ ആദ്യ ഗഡുവായി കൈപ്പറ്റിയതോടെയാണ് പിടിയിലായത്. ചെറിയ ഒരു ജോലിക്കാണ് ഇത്രയും വലിയ രൂപ കൈക്കൂലിയായി വാങ്ങിയത്. അതായത് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ നിന്ന് ഒരു കനി വ്യാപാരിയുടെ പേര് ഒഴിവാക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് 50 ലക്ഷം രൂപ ഇയാൾ ആവശ്യപ്പെട്ടത്. ഇതോടെ വിവരം വ്യാപാരി CBI അറിയിച്ചു. CBI വന്ന് കൈയോടെ പൊക്കി. ഇതുമാത്രമല്ല, ED ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച ഇയാളുടെ ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണവും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളിപ്പോൾ CBIയുടെ കസ്റ്റഡിയിൽ കഴിയുകയാണ്. അതായത് സാമ്പത്തിക നിയമനിർവഹണം, സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണം എന്നിവയ്ക്കായി രൂപീകരിക്കപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥരും സ്വന്തം കേഡറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നത്. ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പാണ് EDയെ നിയന്ത്രിക്കുന്നത്. ഒരു IRS ഉദ്യോഗസ്ഥനായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലവൻ എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായ ഏജൻസിയായിരുന്നുവെങ്കിലും നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇത് ഒരു രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടിയുള്ളത് മാത്രമായി മാറിയിരിക്കുകയാണ്. ഏജൻസിയുടെ ഉദ്ദേശം മാറുമ്പോൾ അതിലെ ഉദ്യോഗസ്ഥരുടെ ആറ്റിറ്റ്യൂഡും മാറുമെന്നത് സ്വാഭാവികമാണ്. അതാണ് ഇങ്ങനെ പരസ്യമായി കക്കാൻ ഇവർ ഇറങ്ങിയത്. സാധാരണ കോൺഗ്രസ് നേതാക്കന്മാരെ മുതൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ളവരെ വരെ EDയെ കൊണ്ട് വേട്ടയാടപ്പെടുമ്പോൾ BJP അവരുടെ അജണ്ടയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ED എന്ന കേന്ദ്രത്തിന്റെ പകവീട്ടൽ ഏജൻസി തട്ടിപ്പിന്റെ വക്താക്കളായി അധപ്പതിക്കുന്നതാണ് ഇപ്പോൾ ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്.